ഹലോ! ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് വരുന്ന ക്ലോത്ത് ഉപയോഗിച്ച് അതിന് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ടിക്ക് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ മഴവിൽ ഫ്രോക്കിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 5 കളറിലുള്ള ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 5 കളറിലുള്ള പീസ് നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ കളറും 2 ഇഞ്ച് വീതിയും അതേപോലെ 3.5 ഇഞ്ച് ലെങ്ത്തും വരുന്ന രീതിക്കാണ് എടുത്തത്. അങ്ങനത്തെ 5 പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതേപോലെ ഓരോ പീസും നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുക കേട്ടോ. അങ്ങനെ 5 പീസും ഈ ഇതിൽ കാണുന്നത് പോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ വെച്ച് ഇങ്ങനെ അങ്ങ് മടക്കുക. അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് വീതി അങ്ങ് വരും. അപ്പോൾ അതേപോലെ മടക്കിയതിന് ശേഷം ഇതിൻ്റെതായി തുറന്ന് കിടക്കുന്ന ഭാഗം ഉണ്ടാവില്ലേ, അതിലൂടെ നമ്മൾ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് തുന്നി കൊടുക്കുക. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ഫുള്ളായിട്ടൊന്ന് തുന്നിയ ശേഷം നമ്മൾ ഇത് പയ്യെ നമ്മുടെ നൂല് അങ്ങ് വലിച്ചു കൊടുക്കുക. അങ്ങനെ വലിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഞൊറി പോലെ ഒരു ഫ്ലവർ ആയിട്ട് അങ്ങ് കിട്ടും. അപ്പോൾ പല കളറിലാവുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 2 എണ്ണം ഇതേപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് വീതിയും പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ ലെങ്ത്തും തന്നെ വെച്ചിട്ട് 2 എണ്ണം കൂടെ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും ചെറുതായിട്ട് വരുന്ന 2 എണ്ണം എടുക്കുക. അതിനുശേഷം കുഞ്ഞ് ഫോം ഷീറ്റ് നമ്മൾ ഒന്ന് ചെറിയ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു ഗ്ലൂ ഗണ്ണ് വെച്ചത് അങ്ങ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫോം ഷീറ്റ് ഇതിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന രീതിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 2 ഫ്ലവർ നമ്മൾ ചെയ്തെടുത്ത ശേഷം ഇതേപോലെ 2 ടിക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ഏത് ടിക്ക് ആയാലും മതി. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതേപോലെ ഗ്ലൂ ഗണ്ണ് വെച്ച് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ടിക്ക് റെഡി. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാലൻസ് വരുന്ന ക്ലോത്ത് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കതിന് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ടിക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.